നമസ്കാരം. അതിരടി അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത സിനിമ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. സിനിമ ഒരു ക്യാമ്പസ് സ്റ്റോറിയാണ്. എന്നാൽ യൂഷ്വലി നമ്മൾ മലയാളത്തിലൊന്നും കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു ക്യാമ്പസ് സ്റ്റോറി അല്ല. ഒരു ക്യാമ്പസിന്റെ ഉള്ളിൽ കഥ പറയുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ മെയിൻ പ്ലോട്ട് ആ ഒരു ക്യാമ്പസിലെ ക്ലാസ് റൂമോ അല്ലെങ്കിൽ ക്യാമ്പസിലെ ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള റിലേഷൻസോ അധ്യാപകർ തമ്മിലുള്ള പരിപാടി ഇങ്ങനെയൊന്നും അല്ല ഈ ഒരു സിനിമ. ക്യാമ്പസും പുറത്തുള്ള ഒരു ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ക്ലാഷും ഒരു കോൺഫ്ലിക്റ്റും പരിപാടിയൊക്കെയാണ് സിനിമ പറയുന്നത്. ടെക്നിക്കലി സിനിമ ബ്രില്യന്റ് ആണ്. എസ്പെഷ്യലി ഇതിന്റെ മ്യൂസിക് അതുപോലെ DOP പരിപാടികളൊക്കെ കിടുവായി വന്നിട്ടുണ്ട്. ഇത് വലിയൊരു ക്രൗഡിന്റെ കൂടെ ഇരുന്നാൽ മാത്രം വർക്ക് ആവുന്ന തരത്തിലുള്ള സിനിമയാണ്. കാരണം തിയേറ്റർ വൈബിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു കളർഫുൾ എന്റർടൈനർ ആണ്. ആ നിലയ്ക്ക് ഇതിലെ ചില സീനുകളൊക്കെ കൊള്ളാമായിരുന്നു. എന്നാൽ ഒരു പരിധി വരെ ഭൂരിഭാഗം സീനുകളും പേഴ്സണലി വർക്കായില്ല എന്നുള്ളതാണ്. ടെക്നിക്കലി സിനിമ കൊള്ളാമെന്ന് പറയുമ്പോൾ പോലും ഇതിനകത്തുള്ള ഒരു ഇമോഷണൽ ട്രാക്കും അതുപോലെ തന്നെ റൊമാൻസ് ട്രാക്ക്, മെയിൻ ക്യാരക്ടറിന്റെ ഈഗോ പരിപാടി ഇതൊന്നും വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ്. രണ്ട് ക്യാരക്ടർ തമ്മിലുള്ള ഈഗോ ആണ് ഇതിനകത്ത് പറയുന്നതൊക്കെ. അത് ചെയ്തിരിക്കുന്നത് ഒന്ന് ബേസിൽ ജോസഫും ഒന്ന് ടൊവിനോ തോമസുമാണ്. ഈ സിനിമയിലെ സ്ക്രീനിലെ ഏറ്റവും വലിയ പോസിറ്റീവ് ടൊവിനോ തോമസ് ആണ്. ഒരുപക്ഷെ ടൊവിനോ തോമസ് മാത്രമാണെന്ന് പറയേണ്ടി വരും. ടൊവിനോ ഗംഭീരമായ ആ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. പക്ഷെ പുള്ളിയാണ് ഈ സിനിമയുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുള്ളിയാണ് ഈ സിനിമയ്ക്ക് ഒരു അനക്കം കൊണ്ടുവരുന്നതെന്ന് പറയാം. ഇതിൽ ഏറ്റവും നെഗറ്റീവ് ബേസിൽ ജോസഫ് ആണ്. ബേസിൽ ഒട്ടും പറ്റാത്തൊരു ക്യാരക്ടറാണ്. നെസ്ലനൊക്കെ ആണെങ്കിൽ ഗംഭീരമായി ചെയ്തേനെന്ന് തോന്നി, അല്ലെങ്കിൽ ഫാർ ബെറ്റർ എക്സ്പീരിയൻസ് ആയനെ. ബേസിൽ പലയിടങ്ങളിലും എന്താ പറയുക, ഒരു കോളേജ് വിദ്യാർത്ഥിയായിട്ടൊക്കെ പെർഫോം ചെയ്യാൻ പാടുപെടുന്ന പോലെ തോന്നി. ഇതിനകത്ത് എസ്പെഷ്യലി എഴുതിയ ഡയലോഗുകളാണെങ്കിൽ കുറെ ഈ സോഷ്യൽ മീഡിയ ചളികൾ പോലെ, വാട്സപ്പ് കോമഡികൾ പോലുള്ള പരിപാടികളുണ്ട്. അതൊന്നും ഒട്ടും വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ്. ട്രെയിലറിൽ സൂചന നൽകുന്ന പോലെ ഒരു ഫെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള നായകന്റെ പരിശ്രമമൊക്കെയാണ്. അതിന് പിന്നിൽ ഒരു ഉദ്ദേശമൊക്കെ ഉണ്ട്. പക്ഷെ ആ ഉദ്ദേശത്തോടെ ഒന്നും അല്ല ആദ്യം അയാൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. പിന്നീട് കറങ്ങിത്തിരിഞ്ഞ് അതിലേക്ക് വരുന്നതും കാര്യങ്ങളൊക്കെയാണ്. റിയ ഷിബു ആണ് ഇതിൽ ഒരു ലീഡ് ഫീമെയിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഷെറിൻ ഉണ്ട്. ഷെറിൻ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. റിയ ആണെങ്കിൽ സർവ്വമായാൽ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അതേ ഒരു പെർഫോമൻസ് തന്നെ ഇതിലും ആവർത്തിക്കുന്നത്. ആ ഒരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. മറ്റാരും എടുത്ത് അങ്ങനെ പറയാൻ തക്ക രീതിയിലുള്ള പെർഫോമൻസ് ഇല്ല. നമ്മുടെ സിനിമാറ്റോഗ്രാഫർ സുകുമാർ അതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു പുള്ളി. അതുപോലെയാണ് ഇതിനകത്ത് കുറച്ച് ക്യാമിയോസ് ഉണ്ട്. അതിലൊരു ക്യാമിയോ നൈസ് ആയിരുന്നു. എന്നാൽ ദേവന്റെ ഒരു ക്യാമിയോ ഉണ്ട്. അത് പറയുന്നതിൽ പ്രത്യേകിച്ച് സർപ്രൈസും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ എന്തിനാണെന്ന് അറിയില്ല. ചുമ്മാ കയ്യടി കിട്ടാൻ വേണ്ടി കൊണ്ടുവന്ന് പാളിപ്പോയിട്ടുള്ളതാണ്. അതും ക്ലൈമാക്സ് ഭാഗത്തൊക്കെയാണ്. ഇതിനകത്ത് വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഓക്കെ ആണെന്ന് തോന്നി. പിന്നെ അത് കൊല്ല വെറുപ്പിക്കലായിട്ടാണ് ഫീൽ ചെയ്ത്. ഷാൻ റഹ്മാനൊക്കെ എന്തിനാണ്, അത്യാവശ്യം മ്യൂസിക് ഒക്കെ ചെയ്യാൻ അറിയുന്ന ഒരാളല്ലേ. പുള്ളിക്ക് ആ പരിപാടിയായിട്ട് പോയാൽ മതി. അഭിനയിക്കാനേ അറിയില്ല. അതിന്റെ കൂടെ തന്നെ വെറുപ്പിക്കലൊരു ക്യാരക്ടറുമാണ്. വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടറും അതുപോലെ തന്നെ. പുള്ളി അത്യാവശ്യം നല്ല സിനിമകളൊക്കെ ചെയ്ത് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. എന്തിനാണ് ഇത്തരം ഒരു ക്യാരക്ടർ എന്ന് അറിയില്ല. കാരണം പുള്ളിയെ തന്നെ ഇതിനകത്ത് വരുന്നത്. സിനിമയുടെ ഒരു ഒഴുക്കിലിയർ രണ്ട് ക്യാരക്ടേഴ്സ് ആവശ്യമാണ്. ബട്ട് സ്റ്റിൽ നല്ല വെറുപ്പിക്കൽ പെർഫോമൻസ് ആയിരുന്നു. ടൊവിനോയുടെ ക്യാരക്ടർ മാത്രമാണ് ആശ്വാസമായി തോന്നിയത്. എങ്കിൽ പോലും അതിന്റെ ഒരു ഫൈനൽ ആക്ടിനോട് ഒരു യോജിപ്പും ഇല്ല. ആ ഒരു സ്റ്റാർട്ടിങ്ങിലും അതുപോലെ തന്നെ പിന്നീടൊക്കെ പുള്ളി നന്നായി തന്നെ പെർഫോം ചെയ്തു. ആ ഒരു ക്യാരക്ടർ പിടിച്ചുകൊണ്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. എന്നാൽ ബേസിലിന് ടൊവിനോയുടെ പെർഫോമൻസിനോട് എന്താ പറയുക, കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല ആളാണ്. പുള്ളി ആ ഫിസിക്കും പരിപാടി ഒന്നും പുള്ളിക്ക് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഫീൽ നമുക്ക് തന്നെ തോന്നും. ഇടയ്ക്ക് വെച്ചിട്ട് എന്താ പറയുക, ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ ടൊവിനോയുടെ ഒരു മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. കാരണം ഹീറോ ക്യാരക്ടർ ആയതുകൊണ്ട് അവിടെയൊക്കെയാണ് ബേസിൽ ഭയങ്കരമായിട്ട് പാളി പോകുന്നത്. ടൊവിനോ സ്റ്റിൽ നന്നായി ഡോമിനേറ്റ് ചെയ്ത് പെർഫോം ചെയ്യുന്നുണ്ട്. സ്റ്റിൽ അതിന്റെ ഒരു ഫൈനൽ ആക്ടിനോട് ഒരു യോജിപ്പുമില്ല. ഇങ്ങനെ ആകത്തുകയിൽ ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ശരാശരി അനുഭവം മാത്രമായിരുന്നു അതിരടി.